നമുക്ക് തന്നെ പിടികിട്ടാത്ത സ്വഭാവമാണ് അച്ഛാ. ഇപ്പോൾ ഗൾഫിലായിരുന്നപ്പോൾ ദിവസവും 2-3 തവണ വിളിക്കുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്നാൽ എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പം മിണ്ടാനും വീട്ടിലിരിക്കാനും കൂടി നേരമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനീ കഷ്ടപ്പെടുന്നതെന്ന മറുചോദ്യം. വല്ലപ്പോഴും ടൗണിൽ കൊണ്ടുപോയി പേരിന് കുറേ ഐസ്ക്രീമും ഭക്ഷണവും വാങ്ങിച്ചു. അത്യാവശ്യം കാശും സൗകര്യമുള്ള ആളുകൾ അങ്ങനെയാ രശ്മി. മക്കളെയും ഭാര്യയും സ്നേഹിക്കാൻ സമയമില്ലാന്ന് തോന്നുമ്പോൾ അതിനുള്ള എളുപ്പവഴിയല്ലേ പുറത്തേക്ക് കൊണ്ടുപോകലും ഹോട്ടൽ തീറ്റയും. സ്വന്തം കുടുംബത്തെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉള്ളത് പങ്കിട്ട് കഴിക്കണ സുഖം അതിനില്ലാന്ന് അവർക്കറിയില്ല. എന്തായി ഇവളുടെ കല്യാണക്കാര്യം? ചെറുമംഗലം കാവിലെ ഉത്സവത്തിന്റെ പിറ്റേന്ന മുഹൂർത്തം കുറിച്ച് കിട്ടിയിരിക്കണേ. ഒരാഴ്ച മുമ്പ് ഇങ്ങോട്ട് പോന്നോളണം എല്ലാവരും. ഇനി വാശി പിടിച്ച അജയേട്ടൻ വരാതിരിക്കും എടുത്തി? ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ വന്ന് നേരിൽ കണ്ടു പറഞ്ഞോളാം. അങ്ങനെ അറുത്ത് മാറ്റാനുള്ള മനസ്സുറപ്പൊന്നും അവനില്ല. ഈ കുന്നംകുളം ദേശമംഗലം വരവൂര് ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് വെടിക്കെട്ടുകാരാ. ഏക്കർ കണക്കിന് പറമ്പിൽ നേർന്നിങ്ങനെ കിടക്കല്ലേ പലതരത്തിലുള്ള അമുട്ടും ഗുണ്ടും ഡേനയും. ചെല്ലുക, ഏതൊക്കെ തരാ വേണ്ടെന്ന് തീരുമാനിക്കുക, വെടിക്കെട്ടുകാരനെ ഏൽപ്പിക്കുക. അവര് വന്ന് പടപെടാതെ അങ്ങോട്ട് പൊട്ടിച്ചോളൂ. അത് തന്നെയാ നമുക്ക് വേണ്ട. നമുക്ക് ആ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കുന്ന ആള് തന്നെ വേണം. ശരിയാ, അതാവുമ്പോ പറയാനൊരു ഗമയുണ്ട്. ആ പയ്യനാരാന്ന് മനസ്സിലായ? അളിയനാവാൻ പോകുന്ന ആളാ സജീവൻ. പയ്യൻ കാണാൻ തരക്കേടില്ല അല്ലേ? അവൻ എന്ത് ശമ്പളം കാണും? 3500-4000 രൂപ വേണം. എന്ത് 4000 രൂപ? കമ്പനി വക ഫ്ലാറ്റും കാറും 5 ശമ്പളമുള്ള ഒരുത്തിനെയാ അവള് പുല്ല് പോലെ തട്ടിക്കളഞ്ഞത്. ഇവന് വേണ്ടി. മൊബൈലിന്റെ ഉള്ളിലൂടെയുള്ള പ്രേമല്ലേ, മനസ്സിലങ്ങ് അത്ര കുറച്ചു പോയി കാണും. അതാ സിം എടുത്ത് കളഞ്ഞാൽ തീരില്ലേ? ഒരാളിങ്ങനെ ആട്ടോ ഡ്രൈവർ, വേറൊരുത്തെന്താ പ്രിന്റിംഗ് പ്രസ്സിലെ DTP ഓപ്പറേറ്റർ. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു അളിയും പോലും എനിക്ക് ഇല്ലാണ്ടായി പോയല്ലോ. അതിനാർക്കും പ്രശ്നമില്ല. അതെ, വീടും കാറും ബംഗ്ലാവും ഒക്കെ നമ്മ വിചാരിച്ചാലുണ്ടാവും. പക്ഷേ നല്ല അളിയന്മാരുണ്ടാവണമെങ്കിൽ പെങ്ങന്മാര് തന്നെ മനസ്സ് നോക്കണം. ശരി. വെടിക്കെട്ടൊക്കെ നടത്തി പരിചയമുണ്ടല്ലോ അല്ലേ? ഇതാരാണ് കുറുപ്പേ? കമ്മിറ്റി പ്രസിഡന്റാ അജയചന്ദ്രൻ നായർ. വെറുതെ അല്ല വിവരക്കേട് എഴുന്നള്ളിക്കണത്. കുറുപ്പേ, ഇയാൾ ആള് ശരിയല്ല. ഒരു വെടിക്കെട്ടുകാരന് ഇത്ര അഹങ്കാരം പാടില്ല. ശരിയാ, അജയനെ അഹങ്കരിച്ചാൽ ഒരു അന്തസ്സുണ്ട്. അതുപോലെയാണോ വെടിക്കെട്ടുകാരൻ? നമ്മളവിടെ റോള് കണ്ടിട്ടാ നായര് പൊറിഞ്ചൂന്ന് കേട്ടിട്ടുണ്ടാ. അങ്ങനെ ഒരാൾ അന്വേഷിച്ചാണല്ലോ ഞങ്ങൾ വന്നത്. ആ ഗടി നമ്മടെ അപ്പനാണ്. ആ ആളാ പോയി 4-5 കൊല്ലം മുമ്പ് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കിട്ട് അമ്മട്ടിന് തിരികൊളുത്തിട്ട് തിരിച്ചടന്നപ്പോ നമ്മടെ അപ്പന് ഒരു ഡൗട്ട്, തീ ശരിക്ക് പിടിച്ചിട്ടുണ്ടോന്ന്. നേരെ ചെന്ന് കുറ്റിയുടെ ഉള്ളിലേക്ക് തല നീറ്റൊരു നോട്ടനും അപ്പന്റെ തല മുകളിലേക്ക്. എന്നിട്ട് അപ്പൻ എന്തെങ്കിലും പറ്റിയോ? അമ്മട്ടിനൊപ്പം അപ്പന്റെ തലയൊന്ന് വിരിഞ്ഞു. ഇതേതയാള് അമ്മട്ടിനൊപ്പം തല പോയപ്പോ ജീവൻ ഉണ്ടാവോ? ഇങ്ങോട്ട് വാ. മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവിന്റെ വരെ വെടിക്കെട്ടെന്ന് പറഞ്ഞ നമ്മടപ്പം പൊറിഞ്ചോ. 2 വയസ്സുള്ളപ്പോ അപ്പന്റെ ഒപ്പം പൂരപ്പറമ്പ് നിരങ്ങാൻ തുടങ്ങിയവനായി ഈ ഇനാശു. കൊച്ചുകുട്ടികളും ബലൂണും കളിത്തോക്കും പൊട്ടിച്ചു കളിക്കുമ്പോ നമ്മടെ അപ്പം നമ്മടെ കയ്യിൽ വെച്ച് തന്നത് ഈ ഡൈനോ കുട്ടികളാ. ചാവാണെങ്കിലും നമ്മടെ അപ്പം ചത്തോലെ ചാവണം. നടക്കും ഏതെങ്കിലും ഒരു പൂരത്തിന് ഈ നാശിനുള്ള അമിട്ട് വിരിയും. അതിനെന്തിനാ പൂരം? ഒരു ഡൈനി എടുത്ത് തീ കൊടുത്തിട്ട് നെഞ്ചോടെ ചേർത്ത് പിടിച്ച പോരെ? തല മാത്രമല്ല ഒടലോടെ വിരിയൂലേ? നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാലോ? സീസണാ, വേറെ ആളുകൾ ബുക്ക് ചെയ്ത് പോയാൽ കൊടുക്കും. അതാണ്. ഏതൊക്കെ പൂരങ്ങളുടെ ലിസ്റ്റാ ഈനാശു പറഞ്ഞത്? മച്ചാട് ചിനക്കത്തൂർ ഉത്രാളി മുതല് കുറ്റിയങ്കാവ് അന്തിമഹാള എന്ന് വേണ്ട തൃശ്ശൂര് പാറമേക്കാവ്. മതി 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 മതി. ഇനി ഈനാശുവിന്റെ ആ ലിസ്റ്റിലെ ഒരു പേരും കൂടി അങ്ങോട്ട് ചേർത്തോളൂ. ചെറുമംഗലം പൂരം. അതുറപ്പല്ലേ? ഈ നാശുവിന്റെ ഡൈനക്കുറ്റികൾ മോളിൽ കിടന്ന് പടയ്ക്കുമ്പോ ചെറുമംഗലം വറയ്ക്കും. ഐശ്വര്യ അഡ്വാൻസ് അതാണ്. ഈ തറവാട്ടി പറഞ്ഞ നായന്മാരൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട അത് നടത്തും. ഈ നാശു എത്ര കണ്ടത്? അപ്പോ ചെറുമംഗലം പൂരത്തിന് ഒന്ന് വേഗം അവിടെ ആ കമ്മിറ്റി ഓഫീസിലേക്ക് വെച്ചോളോ. ഡൈനോള് പ്രത്യേകം വെക്കണം കേട്ടോ. അതുമേലെ ഈ നാശു പൊരിക്കാൻ പോണത്. ആനാ വെടിക്കാരൻ പൊട്ടൊന്നും തോന്നണല്ലേ? 24 നിലയ്ക്കാ പടയ്ക്കാൻ പോണേ. കളിക്കല്ലേ ദീനശുണ്. ചെറുമംഗലം ഞാൻ പൊളിക്കും. നമസ്കാരം. നമ്മുടെ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് പൂശുന്ന ഒരു നമ്പർ ഉണ്ട്. അത് അപ്പന്റെ ട്രേഡ് മാർക്കാണ്. അത് ഈ വെടിക്കിട്ട് ഞാൻ അടുത്ത് പൂശുട്ടാ. ഈ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കണ നിലയമിട്ടില്ലേ, ഒന്നീന്ന് പൊട്ടണത്. അവസാനി തരിപ്പടക്കം ആ തോരനെടുത്ത് പെടക്കും. പടയ്ക്കും പിന്നെ പൂശി പടക്കും ഞാൻ. എന്തായി കുറുപ്പേ കാര്യങ്ങൾ?
മഴ ചതിക്കോ? ചതിച്ചത് വേറെ ആളാ. പേറ്റേണ്ട കുന്നുമ്മൽ പരശുരാമൻ ദേ ഇപ്പൊ വരില്ലാന്ന് ഫോൺ വന്നേക്കുന്നു. പരശുരാമൻ വരില്ലേ? ഇവിടുന്ന് വേണ്ടപ്പെട്ട ആരെ വിളിച്ച് വിലക്കുന്ന എനിക്ക് തോന്നണത്. അതാരാ? വേറെ ആരാവൻ? ഇവിടെ പതിവായി ഉത്സവം നടത്തുന്ന ആളില്ലേ, അയാള് തന്നെ. അതെ, ഉത്സവത്തിന് തിരക്കില്ല, ഞാൻ വിളിക്കാം. ഹോ, ഇനിയിപ്പൊ തടം പേറ്റാൻ ലക്ഷണത്തൊരു കൊമ്പൻ എവിടുന്ന് കിട്ടുന്നുണ്ട് ഈശ്വരാ? എന്തുട്ടാ ഇഷ്യൂ? ആനയില്ലേ? ഈ മച്ചാട് മാമക്കത്തിന് ആനയില്ലട്ടാ, നല്ല ബെസ്റ്റ് കുതിരകളാണ്. ഒരു 10-18 അടി പൊക്കമുള്ള ഒരു ജാമണ്ട കുതിരനെ ഈ നാശോർപ്പടാക്കാൻ എന്തേ നേരെ കുതിരേണ്ട ബെസ്റ്റ്. കുറുപ്പേ, കാര്യങ്ങളൊക്കെ ഗംഭീരാവുന്നില്ലേ? ഒരാനയെ മുടക്കിന്ന് കരുതി ചെറുമംഗലം ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കാതൊന്നും ഇരിക്കില്ല രവീന്ദ്ര. അത് നീ മറക്കണ്ട. പൂരം നടത്താൻ തീരുമാനിച്ചത് അജയചന്ദ്രൻ നായരാ കുറുപ്പ്. അത് തന്നെ. കാശ് എത്ര മുടക്കിയിട്ടാണെങ്കിലും ശരി, ഒരു തലയെടുപ്പുള്ള കൊമ്പൻ തന്നെ ഭഗവതിയുടെ തിടമ്പേറ്റും മോനെ. പിടിച്ചോ, ചെമ്പൂത്ര ഗണപതി എന്ന് പറഞ്ഞൊരു കൊമ്പുണ്ട്. അങ്ങനെ ഒരു ആനയുണ്ടോ? നല്ല ചെമ്പ് സാധനല്ലേ. കഴിഞ്ഞ മാസം തെച്ചിക്കോട്ട് പൂരത്തിന് പാപ്പാനെ 3 നാളം കുത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ചെങ്ങലിയമ്മ അടിക്കണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഫ്രീയാ, ഒന്ന് നോക്കിയല്ലോ. പറയടത്ത് അടിക്കാനാ, ഇല്ലെങ്കിൽ നമുക്ക് കുതിര തന്നെ ആക്കിയല്ലോ. വെറുതെ പോത്തി പറയല്ലേട്ടാ, എന്റെ അപ്പം പൊറിഞ്ചു പണ്ട് ഫുൾ പൂരം കൊട്ടേഷൻ എടുത്തിരുന്ന ആളിന്. പോയി കഥന നടക്കടോ. അതെന്തുണ്ട്? അല്ല അജയേന്ദ്രൻ നായരെ, അനിയത്തിന്റെ കല്യാണമായിട്ട് ഇവിടെ ചുറ്റി കറങ്ങ. അച്യുതൻ നായരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തേ മധ്യസ്ഥതയ്ക്കാ? അല്ല, അജയേന്ദ്രൻ നായരുടെ പെങ്ങളുടെ കല്യാണം ആവുമ്പോ അത് ചെറുമംഗലം ഭഗവതിയുടെ പൂരത്തേക്കാ കേമാവണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സംശയിക്കണ്ട ഷാരടിയെ, അജയേട്ടന് കല്യാണത്തിനേക്കാൾ വലുത് പൂരം തന്നെയാ അല്ലേ? നിങ്ങൾ കുറച്ചുപേരെ സഹകരിച്ചില്ലെങ്കിലും ഇത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. എന്റെ അപ്പന്റെ ട്രേഡ് മാർക്കാണ് കുഴിമിന്നി. അതിനുള്ള കുഴി എവിടെ കുത്തുക? എന്റെ നെഞ്ചത്ത് കുത്തടാ. എവിടെ? അയ്യോ, ഈ സ്ഥലം പോരാ. എത്തിയോ? എന്താ ഉണ്ണീഷണ വൈകിയേ? കട തുറന്ന് സാധനം കിട്ടണ്ടേ? ഷാരടി വരിക. നാളെ ഞാൻ ഉണ്ടാവില്ല അച്യുതൻ നായർ, അതുകൊണ്ട് തലേദിവസം വരാന്ന് കരുതി. അത് മോശമായില്ലോ ഷാരടി. നിവർത്തിയില്ലല്ലോ, ഉത്സവല്ലേ. ആ കൈ ഇങ്ങോട്ട് നീട്ടുക. എന്താ ഇത്? ഇരിക്കട്ടെ. ഇതൊന്നും വേണ്ട. ക്ഷണിക്കാൻ വന്നപ്പോഴേ സമ്മാനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ? എന്നാലും ചെലവ് ഒരുപാട് വരില്ലേ? അജയേന്ദ്രൻ നായർ കല്യാണമായിട്ട് സഹകരിക്കാത്ത സ്ഥിതിക്ക്. അവൻ ഷാരടിയോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഷാരടി കൂടുതൽ വിഷമിക്കാൻ നിൽക്കണ്ട. ദേവസി, എന്തോ അജയൻ അന്ന് കൊണ്ടുവന്ന കുപ്പിയിലെ അടിയിൽ ലേശം കാണും, അത് ഷാരടിക്ക് എടുത്തു കൊടുക്ക്. ചെല്ല, അതങ്ങോട്ട് കഴിക്കാം. ഒക്കെ നന്നായി. താനെ പിടിക്കാത്ത അവിടെ നിൽക്കുക. ഒന്ന് ചെനക്കി നോക്കിയതാ, കല്യാണം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാം. കാര്യം പൂരായതുകൊണ്ട് പകല് മുഴുവൻ അമ്പലത്തിൽ തിരക്കാവും. എന്നാലും അളിയനൊന്ന് വന്നു നോക്കി പോവായിരുന്നു. അയ്യോ, രശ്മിയാണോ ഇതൊക്കെ ചെയ്യുന്നേ? അതിനെന്താ, വീട്ടിലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന രാധ. എന്നാലും പഴയ രശ്മി അല്ലല്ലോ ഇപ്പോ. അജയേട്ടന്റെ ഇപ്പോഴത്തെ നിലയും വിലയൊക്കെ നമ്മൾ നോക്കണ്ടേ? കെട്ടിന്റെ സമയത്തെങ്കിലും അജയേട്ടൻ വരുമോ രശ്മിയെ? അറിയില്ല രാധ, ഒന്നും പറഞ്ഞില്ല. ഞങ്ങള് 2 പെങ്ങന്മാർക്കുള്ള ഒരേ ഒരു കൂടപ്പറപ്പാ. പറഞ്ഞിട്ടെന്താ, ആങ്ങളയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. അജയേട്ടൻ അങ്ങനെ ആരോടും സ്നേഹക്കുറവൊന്നുമില്ല. അതൊന്നും പറയണ്ട. അജയേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കാലായി? എന്നിട്ട് ഇന്റെ അടുത്തേക്ക് വന്ന് 2 തവണ, അതും പിള്ളേർക്ക് ഇത്തിരി ചോക്ലേറ്റ് ഉടുപ്പായിട്ട് മാത്രം. സ്വന്തമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ അജയേട്ടൻ? ശിവേട്ടൻ വാങ്ങാൻ കൂട്ടാ കഴിഞ്ഞിട്ടല്ലേ? അതാണുങ്ങൾ തമ്മിലുള്ള കാര്യം. പണ്ടായിട്ടോ ബിസ്ക്കറ്റായിട്ടോ ഒരിത്തിരി പൊന്നു തന്നാ ഞാൻ വേണ്ടാന്ന് പറയോ? ശിവേട്ടൻ അത് വിലക്കാലും ഞാൻ അത് വാങ്ങുന്ന അജയേട്ടനെ നന്നായിട്ട് അറിയാം. പിന്നെന്താ തരാത്തെ? നാട്ടുകാർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക. എന്റെ കാര്യം പോട്ടെ, നിനക്ക് തന്നോടി ഒരു തരി പൊന്ന്. ദേ, നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട.